മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് പലപ്പോഴും നാം ക്രൈം ലോകത്ത് കാണാറുള്ളത്. എന്നാൽ 2025 ജാനുവരിയിൽ തെലങ്കാനയിലെ മീർപേട്ട് ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം അത് ഏത് കഠിന ഹൃദയരുടെയും മനസ്സ് മരവിപ്പിക്കുന്ന ഒന്നായിരുന്നു. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം കുക്കറിലിട്ട് വേവിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു മുൻ സൈനികൻ്റെ കഥയാണിത്. ഹൈദരാബാദിലെ വെങ്കടേശ്വര കോളനിയിൽ താമസിച്ചിരുന്ന മുൻ സൈനികൻ ഗുരുമൂർത്തിയും ഭാര്യയും 2 മക്കളും. പുറമേ നിന്ന് നോക്കിയാൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. ചെറിയൊരു വഴക്കിൻ്റെ പേരിൽ അന്നവിടെ അരങ്ങേറിയത് മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു. ഇത്രയും പൈശാചികമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തായിരിക്കും? സംഭവം നടക്കുന്നത് ജനുവരി 16-ന്. മക്കൾ മാധവിയുടെ വീട്ടിൽ സംക്രാന്തി ആഘോഷത്തിന് പോയി. അവരെ തിരികെ കൊണ്ടുവരുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം. സെക്യൂരിറ്റി ജോലിക്കാരനായ ഗുരുമൂർത്തിയുടെ ജോലിയെ മാധവി പരിഹസിച്ചു. ഇതിൽ പ്രകോപിതനായ ഗുരുമൂർത്തി മാധവിയുടെ തല ചുവരിലിടിപ്പിച്ചു. തൽക്ഷണം മാധവി മരിച്ചു. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവിടെ നിന്നായിരുന്നു മൃഗീയവും പൈശാചികവുമായ മറ്റൊരു അധ്യായത്തിൻ്റെ തുടക്കം. ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ തൻ്റെ ബുദ്ധി തെളിവ് നശിപ്പിക്കാനാണ് അയാൾ ഉപയോഗിച്ചത്. മാധവിയുടെ ശരീരം അയാൾ ഒരു വലിയ കത്തി ഉപയോഗിച്ച് കഷ്ണം കഷ്ണമാക്കി. എന്നിട്ട് എല്ലും മാംസവും വേർതിരിച്ച് ഹീറ്റർ ഉപയോഗിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. ശേഷം ആ മാംസം കുക്കറിലിട്ട് വേവിച്ച് ഉണക്കി പൊടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി. എത്രമാത്രം പൈശാചികമാണിതെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മൃതദേഹാവശിഷ്ടം 2 ബാഗുകളിലാക്കിയതിനു ശേഷം മലിനജലം ഒഴുകുന്ന ഓടയിൽ കൊണ്ട് നിക്ഷേപിച്ചു. സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്രയും ക്രൂരത. തെളിവുകൾ നശിപ്പിച്ചാൽ പിടിക്കപ്പെടില്ല എന്ന് അയാൾ വിശ്വസിച്ചു. എന്നാൽ നിയമത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയും സുരക്ഷിതനല്ല. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഷാഡോ ഹണ്ടറിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.